മോഹൻലാലിന്റെ ഫാൽക്കം അവാർഡ് അങ്ങനെ ഭയങ്കര സ്ട്രെങ്തനിൽ നിൽക്കുകയാണ്. പുള്ളിക്കാരനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. പുള്ളിക്കാരനെന്ന് മാത്രമല്ല, സിനിമ ഫീൽഡിലുള്ള ഏതൊരു വ്യക്തിയും സ്വപ്നം കാണുന്ന ഒരു അവാർഡാണ്. ഇത്രയധികം നാളുകൾക്ക് ഇടയിൽ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന സംഭാവനകളെ ബേസ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട്ഫുൾ സാധനം. അവാർഡുകൾ ഓൾവേസ് അങ്ങനെയാണല്ലോ, എല്ലാവരെയും റെസ്പെക്റ്റോട് കൂടി നോക്കുന്നു. മാത്രമല്ല, അവർ ചെയ്ത വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ഇനാമായിട്ട് കൊടുക്കുന്നതാണ് ഈ അവാർഡുകൾ. ഒരു എമൗണ്ട് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് പുള്ളിക്കാരൻ നേരെ അമ്മയെ കാണാൻ വരുന്നു. ഇത്തരം പ്രഹസനങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹം അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ മോഹൻലാലിനെ ഹോണർ ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ പൃഥ്വിരാജിനെയും ദുൽഖർ സൽമാനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരെണ്ണം വരുന്നുണ്ട്. അപ്പൊ സുൽത്താൻ ദേവദാസിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതിനകത്ത് വിശദമായിട്ട് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് മമ്മൂട്ടിയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മകന്റെ വീട്ടിൽ ഈ ഒരു ഇത് വന്നത്. എനിക്ക് ചെറിയ വിരുദ്ധ അഭിപ്രായമുണ്ട്. എന്താണെന്നറിയാമോ, ഈ ആഡംബര കാറുകൾ വാങ്ങിച്ചു കൂട്ടുന്ന ഇവന്മാർക്ക് രണ്ട് കിട്ടണമെന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. ചുമ്മാ എന്തുവാ ഇത്, കേരളമല്ലയോ, ഇവിടെ ഇങ്ങനെ കുറെ കാണിക്കുന്നത് എന്തിനാണ്? മിതത്വം വേണ്ടായോ? ഒരു മാനേഴ്സ്, ഒരു മര്യാദ അപ്പൊ ഇച്ചിരി കിട്ടട്ടെ എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇത് രണ്ട് വിഭാഗം. സംഘി അണ്ണനാണ് അദ്ദേഹം എന്ന് അവരങ്ങ് ഡിക്ലെയർ ചെയ്യണം. പുള്ളി അത് ഇതുവരെ ഡിക്ലറേഷൻ നടത്തിയിട്ടില്ല. പക്ഷെ പുള്ളിയെ അങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അക്സെപ്റ്റൻസ്, മോഹൻലാൽ നല്ല ഫാൻ ഫെയിം ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിനെ ഇങ്ങനെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്ത് അദ്ദേഹം ഭയങ്കര സംഭവമൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിയെ പോലെ മോഹൻലാലിനെ കൊണ്ട് നിർത്താമെന്നാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ അത്രത്തോളം സ്നേഹിച്ച ഒരാളാണ് ഞാൻ. സത്യമായിട്ട് എന്നോളം വലിയൊരു ഫാൻ സുരേഷ് ഗോപിക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അമ്മാതിരിയായിരുന്നു എനിക്ക് സുരേഷ് ഗോപി. അദ്ദേഹത്തിനെ പോലും എടുത്തു വെച്ച് അലക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിനെ കൊണ്ട് നിർത്തിയത്. ഇനി ഇങ്ങേർക്കും കൂടെ അത് തന്നെ ഗതിയാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് ആയിക്കോട്ടെ, നമുക്ക് അതിനെ തർക്കമൊന്നുമില്ല. അപ്പൊ ഫാൽക്കം അവാർഡ്, അതായത് പ്രത്യേകിച്ച് ഈ പറയുന്ന ദാദാ സാഹിബ് അവാർഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മലനാടൻ മോഹൻലാലിനെ ബൂസ്റ്റ് അപ്പ് ചെയ്തുകൊണ്ട് ഊക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി അത് ഊക്കലാണ്. മോഹൻലാലിന് ക്യാമറ ഉണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റൂ. റോഡ് കറക്കാൻ നിൽക്കുമ്പോൾ ക്യാമറ ഇല്ലാത്തത് കൊണ്ട് കടക്കാതെ അവിടെ നിന്ന് പകച്ചു നിന്ന മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് പിന്നെ എന്തുവാണ്? പിന്നെ എന്തായാലും മമ്മൂട്ടിക്കൊക്കെ വരുന്നത് ഈ ടാക്സ് പേയ്മെന്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ ഇങ്ങനത്തെ കേസുകൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്. ടാക്സ് വെട്ടിക്കുക എന്ന് പറയുന്ന ഒരു ക്രൈം തന്നെയാണ്. പക്ഷെ പോണ്ടിച്ചേരിയിലാണ് അവർ പോയി ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് അത് കൂടുതലൊന്നും പറയില്ല. കേന്ദ്ര ഭരണ പ്രദേശം തന്നെ, ഇന്ത്യയിൽ തന്നെയല്ല, അമേരിക്കയിൽ നിന്നുമല്ലല്ലോ കൊണ്ടുവന്നത്. അങ്ങനെ നമുക്കിന്ന് സാധൂകരിക്കാം. പക്ഷെ ഈ ചെയ്തതോ, ആനക്കൊമ്പ് സൂക്ഷിച്ചതോ, ഇപ്പൊ തന്നെ അമ്മയെ കാണാനായിട്ട് പോകുമ്പോൾ തന്നെ വീട്ടുമുറ്റത്ത് തന്നെ 3-4 ആനയെ കൊണ്ട് നിർത്തി. ഇങ്ങനെ ആനയില്ല ജീവിതമില്ലെന്ന് തോന്നുന്നു. ഏതായാലും മോഹൻലാൽ എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഇതിനൊക്കെ അർഹനാണോ അല്ലയോ എന്നുള്ളതിന്റെ തെളിവാണ് പല ഷോകളിലും പുള്ളി കാണിക്കുന്ന പടുവിട്ടിത്തരം. ഇപ്പൊ കൊറോണയുടെ കേസ്, ചെണ്ട കൊട്ടു ആൾക്കാരെ, ചെണ്ട കൊട്ടു കൊറോണ പോട്ടെ എന്ന് പറയുന്നു. ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ പറയുന്നതാണോ അത്? ഇച്ചിരിയെങ്കിലും ഇറണിയോളമെങ്കിലും ബുദ്ധിയുള്ളവൻ പറയുന്നതാണോ ചെണ്ട കൊട്ടിയ കൊറോണ പോകുന്നത്? അതൊരു ഡിസീസാണ്. ചെണ്ട കൊട്ടിയ അത് ഇറങ്ങി ഓടത്തില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ലാതെ ഏറിപ്പോയ വ്യക്തിയാണ് മിസ്റ്റർ മോഹൻലാൽ. ഇപ്പോ ഈ അവാർഡ് വാങ്ങിക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ പോലും പോയി നിന്നുകൊണ്ട് സ്വയം അപഹാസ്യനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്നതാണ് കുമാരനാശാന്റെ വീണപ്പൂവ്, ഇല്ലേ? നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരിത്. കുമാരനാശാൻ ആരാണെന്ന് അറിയത്തില്ലേ? മഹാകവിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാവ്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ പദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ബൈഹാർട്ടായിരിക്കും. ഭയങ്കര ഇഷ്ടത്തോടു കൂടി കാണുന്നതിന് ഒരുപാട് ചർച്ചയൊക്കെ ഉണ്ട്. ചർച്ചയിലൊക്കെ ഏർപ്പെടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കവിതകൾ. അപ്പൊ അത് അറിയില്ലെങ്കിൽ പറയാതിരിക്കുക. അങ്ങനെ ഒരു സാമാന്യ മര്യാദ നമുക്ക് കാണിച്ചു കൊടുക്കും. നമുക്ക് അറിയത്തില്ലടേ, നമ്മളിത് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതിനെ ഗൂഗിളുണ്ട്, ഗൂഗിളിലോട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കവിതകളുടെ ഒക്കെ കറക്റ്റ് സാധനങ്ങൾ അതിനകത്ത് വരും. നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാന്നുള്ളതിൽ ഈസിയാണ്. ചാറ്റ് GPT ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചാറ്റ് GPT പറഞ്ഞു കൊടുക്കും എന്നുള്ളത് തെളിവാണ് ഇപ്പോൾ ഇങ്ങേർക്ക് പറ്റിയൊരു അബദ്ധം. വിഷയത്തിലേക്ക് വരാം. ഫാൽക്കം അവാർഡ് വാങ്ങിക്കുന്ന സ്റ്റേജിലേക്ക് കയറി നിൽക്കുകയാണ് മഹാൻ. അവിടെ കയറി നിന്നുകൊണ്ട് അവാർഡ് വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു പ്രസംഗം അങ്ങോട്ട് കാച്ചുകയാണ്. പ്രസംഗത്തില് അത് ആരെങ്കിലും എഴുതി കൊടുത്തതാണോ കാണാപ്പാടമാണോ എന്തെന്ന് അറിയത്തില്ല. പുള്ളിക്കാരൻ അവിടെ നിന്നുകൊണ്ട് ചാറ്റ് GPT പറഞ്ഞു കൊടുത്ത കണക്ക് ഇദ്ദേഹത്തിന്റെ കവിതയൊന്ന് വായിക്കുന്നുണ്ട്. ആ കവിതയാണ് കേൾക്കാം. ചിതയിൽ ആഴ്ന്നു പോയതുമല്ലോ ചിരമനോഹരമായൊരു പൂവിത്. ചിതയിൽ ആഴ്ന്നു പോയതുമല്ലോ ചിരമനോഹരമായൊരു പൂവിത്. ഇങ്ങനെ കുമാരനാശാന്റെ പദ്യത്തിനെ അങ്ങോട്ട് പറഞ്ഞ് അതിനകത്തങ്ങ് തുടങ്ങി അങ്ങ് പ്രസംഗിക്കുകയാണ് പുള്ളി. ഇന്നലെ ഫാൽക്കെ അവാർഡ് സ്വീകരിച്ച വേളയിൽ മോഹൻലാൽ പ്രസംഗിച്ചത് കുമാരനാശാന്റെ വീണപൂവിലെ വരികളാണെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. വീണപൂവിൽ ഇങ്ങനെ 2 വരികളില്ല. ഇതാണ് ഹൈലൈറ്റ്. അങ്ങനെ 2 വരികൾ അതിനകത്തില്ല. വീണപൂവിലില്ലാത്ത ഈ വരികൾ എവിടെ നിന്ന് കിട്ടിയതാണെന്നും മോഹൻലാൽ വ്യക്തമാക്കണം. പൂവെന്ന് കണ്ടാൽ അത് ആശാന്റെ വീണപൂവ് ആകുമോ? 118 വർഷം പഴക്കമുള്ള മലയാള കവിത ഒരിക്കലും വാടാത്ത പൂവും ആശാന്റെ മാസ്റ്റർ പീസുമാണ്. കറക്റ്റാണ്. കുമാരനാശാന്റെ മാസ്റ്റർ പീസ് സോങ് അത് തന്നെയാണ്. ആശാന്റെ വീണപൂവിന്റെ പേരിൽ
കൃത്യമായ ഉറവിടം മോഹൻലാൽ വ്യക്തമാക്കണം. മോഹൻലാൽ പറഞ്ഞ വരികൾ ശരിക്കും ആരുടേത്, താങ്കൾ തിരുത്താൻ തയ്യാറാകണം. ഇതുപോലൊരു വലിയ വേദിയിൽ സംസാരിക്കുമ്പോൾ ആശാനെയും വീണപൂവിനെയും കൃത്യതയില്ലാതെ ഉദ്ധരിക്കരുത്. ഇത് ചന്ദ്രപ്രകാശ് SS എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ടൈം ലൈനിൽ ഞാൻ കണ്ട ഒരു പോസ്റ്റാണ്. ഇത് വാങ്ങിക്കുന്നത് മുറുമുറുവിന്റെ കയ്യിൽ നിന്നാണ്. മലയാളത്തിന്റെ ഒരു മഹിമ, യശസ് അതൊക്കെ അങ്ങ് വാനോളം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഇമാതിരി ഒരു വൃത്തിയോട് അവിടെ നിന്ന് പറയുന്നതും അത് ഏറ്റു പറയുന്ന മാധ്യമ സാധനങ്ങളെയാണ് ഞാൻ കണ്ടത്. അപ്പൊ മാധ്യമത്തിലൊക്കെ ഇത് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മാധ്യമങ്ങൾ ഈ ഒരു വിഷയം എടുത്തു വെച്ച് പറയുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിച്ചാൽ ഏകദേശം മനസ്സിലാവും. ഒരറിയിപ്പുണ്ട്, ടെക്നിക്കൽ അറിവിനല്ലാതെ ആരും ChatGPTയെ വിശ്വസിക്കുക. അപ്പൊ ChatGPTയിൽ കുമാരനാശാന്റെ വീണ പൂവെന്ന് അടിച്ചു കാണും. അപ്പൊ അവർ കൊടുത്ത ഇൻഫർമേഷനാണ് പുള്ളിക്കാരത്തി അവിടെ വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. പൊതുവിജ്ഞാനത്തിൽ ChatGPT നമ്മളെ ചതിക്കും, ക്രോസ് ചെക്ക് ചെയ്താൽ പറയുന്നത് മൊത്തം തെറ്റാണ് എന്നും മനസ്സിലാകും. ഇതൊന്ന് പരീക്ഷിക്കാനായി ChatGPTയോട് കുമാരനാശാന്റെ ഗോതമുണ്ട എന്ന കവിത തരാൻ പറഞ്ഞു. ഉടനെ ChatGPT തന്ന കവിത ഷെയർ ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കവിതയിലെ വരികൾ ആരും ഒരു പ്രസംഗത്തിലും കയറ്റാതിരിക്കുക. വരികളുടെ ഉറവിടം തേടി പിന്നീട് അലഞ്ഞാൽ ChatGPT കൈമലർത്തും. കറക്റ്റാണത് കേട്ടോ, കറക്റ്റാണ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് മോഹൻലാൽ നടത്തിയ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു വരി ഉണ്ടായിരുന്നു. തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവും മഹാകവിയുമായ കുമാരനാശാൻ വീണപൂവ് എന്ന കവിതയിൽ കുറിച്ച പോലെ ചിതയിൽ ആഴ്ന്നു പോയതുമല്ലോ ചിരമനോഹരമായ പൂവിത്. എന്നാൽ വീണപൂവിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പൊ അദ്ദേഹം ഇതാണ് പറഞ്ഞത്. ആരെ എഴുതി കൊടുത്ത് വായിച്ചാണെന്നാണ് തോന്നുന്നത്. അപ്പം ഇതേ സെയിം തിങ് തന്നെ രാഹുൽ ഹംബൽ മൻസനൽ എന്ന് പറയുന്ന ആളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെയാണ് ഈ ഗോതമ്പുണ്ട. അപ്പൊ ഗോതമ്പുണ്ട ChatGPTയിൽ ഇട്ട് പുള്ളി എടുത്തതിന്റെ സ്ക്രീൻഷോട്ട് അവിടെ വെച്ചിട്ട് അതൊന്ന് വായിച്ചു നോക്കാം. ഗോതമ്പുണ്ട കുമാരനാശാൻ, രാമരാജൻ അങ്ങനെ കുമാരനാശാൻ ഗോതമ്പുണ്ട എന്നൊരു ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ChatGPT എടുത്ത് ചോദിച്ചപ്പോൾ അവരങ്ങനെ ഒരു വീഡിയോ അല്ല അങ്ങനെ ഒരു സാധനം കൊടുക്കുകയാണ്. ChatGPTയുടെ എന്ത് ചോദിച്ചാലും കിട്ടും, അച്ഛനും അമ്മയും കിട്ടുമെന്നാണ് അറിയില്ല. ഓക്കെ, പൂർണ്ണ കവിതയുടെ കുറിച്ച് ആധികാരിക ഉറവിടങ്ങൾ അടിസ്ഥാനമാക്കി. അതായത് ആധികാരിക ഉറവിടങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായ കവിതാശകലം കൊടുക്കുകയാണ് ഗോതമ്പുണ്ടെന്ന്. കുമാരനാശാൻ ഗോതമ്പുണ്ടെന്ന് ഒരു കവിത എഴുതിയിട്ട് പോലുമില്ല. പക്ഷെ ChatGPT കൊടുക്കുന്ന എന്താണ്, അങ്ങനെ ഒരു കവിത ഉണ്ട്, അത് ആധികാരികമായി ഞാൻ എല്ലാം അന്വേഷിച്ചിട്ടാണ് അത് തരുന്നതെന്ന്. കേട്ടോളി. ഗോതമ്പുണ്ട ഭൂമിയിലെ കനിഞ്ഞ കിരീടം, നേരെ ഒരു കിരണം പോലെ പുലരിയിൽ വിരിയുന്നു. മണ്ണിൽ മൂളുന്ന വേരുകൾ നക്ഷത്രങ്ങളെ കാണും വരെ നിശിതമായി തളരും പുതിയ വീട് പണിയാൻ. മിഴികൾ വെളിച്ചം നിറയും നോട്ടത്തിൻ പച്ചപ്പിൻ പാടങ്ങൾ. കുമാരനാശാൻ കേൾക്കണ്ട കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോ ഈ പറയുന്ന ഈ ChatGPTയുടെ ഒരു ലെവലാണ് അവിടെ കാണിക്കുന്നത്. അതേസമയം ചന്ദ്രപ്രകാശ് ഇട്ടിരിക്കുന്ന പോസ്റ്റ് സത്യം പറഞ്ഞാൽ അത് ശരിക്കും കണ്ടാൽ നമുക്ക് വളരെ നിരാശ തോന്നും. എന്താണെന്നറിയാമോ? ആ പോസ്റ്റിന്റെ താഴെ വന്നിരിക്കുന്നത് അതിനകത്ത് ഇട്ടിരിക്കുന്ന ആ ഒരു സ്പെസിഫിക് പിക്ചർ നിങ്ങൾ കണ്ടാൽ ഒന്ന് ഓർത്ത് നോക്ക്. നമ്മളുടെ മാധ്യമ പ്രവർത്തനം എത്രത്തോളം മോശപ്പെട്ട ഒരു സംഗതിയാണെന്ന് ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് എലിജിബിലിറ്റി ഒന്നും ഇല്ലാതെ അവർക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ കൊടുക്കുന്നതിൻ്റെ ഉള്ള ഏറ്റവും മോശപ്പെട്ട ഒരു വശമാണ് ഇതിൽ കൂടെ റിവീൽ ആകുന്നത്. കുമാരനാശാന്റെ വീണപൂവ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയ ഒരു കവിത, ആ കവിത ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കിയ വ്യക്തി ഇത്രയും വലിയൊരു തെറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യോ? എല്ലാ പത്രങ്ങളിലും വന്ന കാര്യമാണ്. അദ്ദേഹം കുമാരനാശാനെ വാഴ്ത്തിപ്പാടി, കുമാരനാശാന് വേണ്ടി സംസാരിച്ചു. ആകെ മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ. സൊൽബുദ്ധിയാണ് മോഹൻലാൽ എന്ന വ്യക്തി എന്നത് ചുരുക്കം. ഫാൽക്കെ അവാർഡ് കിട്ടണോ വേണ്ടി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സൺ. അദ്ദേഹത്തിന് എന്തൊക്കെയോ അവാർഡുകൾ, ഒരുപാട് അവാർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയണ, അയാളെ ഹോണർ ചെയ്യാൻ ഒരു പദവി ഇനി ഇല്ല. അമ്മാതിരി പദവികളെല്ലാം അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന് ഹോണർ ചെയ്തിട്ടുണ്ട്. പക്ഷെ വട്ടപൂജ്യമാണ് ബ്രെയിൻ എന്നുള്ളതിന്റെ തെളിവ് ഒരിക്കൽ കൂടെ തെളിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ചുരുക്കം ഇത്രയേ ഉള്ളൂ. കുമാരനാശാനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കവിത എന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് ആലപിച്ചത് ഇയാള് തന്നെ ChatGPTയിൽ കുത്തിയിട്ടപ്പോൾ കിട്ടിയ സാധനമാണ്. ആ ChatGPT പോകുന്നതിന് പകരം ഇയാൾ എന്ത് ചെയ്താൽ ആ ക്രോമിലേക്ക് കയറി ചോദിച്ചിരുന്നെങ്കിലും കുമാരനാശാന്റെ കവിത അവിടെ വരുമായിരുന്നു. അതിൽ നിന്നൊരു ശകലം എടുത്ത് പറഞ്ഞ് താൻ ഭയങ്കര ബുദ്ധിരാക്ഷസനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ അത് ചെയ്തിരുന്നെങ്കിൽ ആളുകൾ വിശ്വസിച്ചു പോകുമായിരുന്നു. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ പറ്റി കാര്യങ്ങൾ പറയാതിരിക്കുക. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഡെയിലി കവിതയൊക്കെ നോക്കുന്ന ആളാണ്, ഞാൻ ഭയങ്കര വായനാശീലമുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടി മോഹൻലാൽ കാണിച്ച ഒരു കുൽസിതത്തിൽ അയാളിപ്പോൾ ശൂന്യാകാശത്താണെന്നാണ് ഞാൻ അറിയുന്നത്. നിങ്ങളൊക്കെ അറിഞ്ഞോ ഇല്ലെന്ന് അറിയത്തില്ല. എന്റെ ഭാഗം ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, മോഹൻലാൽ എന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല. എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം അഭിനയിച്ച സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, വാമനപുരം ബസ് റൂട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതോടുകൂടി മോഹൻലാൽ എന്ന വ്യക്തി എന്താണെന്ന്
കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹത്തിന്റെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ വാല്യൂ അദ്ദേഹമല്ല കൊടുത്തിരിക്കുന്നത്, അതത് സിനിമകളിലെ സംവിധായകരാണ് അതിന്റെ ഉത്തരവാദികളെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യപ്പെടാൻ ബാലമനപുരം ബസ് റൂട്ട് എന്ന സിനിമ കണ്ടാൽ മാത്രം മതിയാകും. ഊള ഡയലോഗും ഊള കിണ്ണം കാച്ചിയ വൾഗറിസവും ഡബിൾ മീനിങ്ങും ഒക്കെ പറഞ്ഞ് പെണ്ണുങ്ങൾക്കിടയിൽ കിടന്ന് ചുറ്റിത്തിരിഞ്ഞ് ഒരു വശം ഒടിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ പുള്ളിക്ക് എന്തോ മഹത്വം ഉണ്ടെന്ന് നമ്മൾ പൊതുജനങ്ങൾ അങ്ങോട്ട് വിചാരിക്കുന്നതാണ് പ്രശ്നം. ഇനി ഇതിനെ കമ്പാരിസൺ നടത്താൻ മമ്മൂട്ടിയെ കൊണ്ടുവരരുത്. ഞാൻ മമ്മൂട്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞാൽ മമ്മൂട്ടിയുടെ പ്രതിനിധിയല്ല. എനിക്ക് സ്ത്രീ വിരുദ്ധന്മാരോട് ഭയങ്കര വെറുപ്പാണ് എന്നുള്ളത് സത്യമായ കാര്യമാണ്. സ്ത്രീ വിരുദ്ധത അവരവരുടെ ലൈഫുകളിൽ അവരവർ കാണിച്ചിട്ടുണ്ട്. ഇത്രയും അവർ വെളിയിൽ വിട്ടിട്ടില്ല. മമ്മൂട്ടി ഭാര്യ വെളിയിൽ വിട്ടിട്ടില്ല. അല്ലെങ്കിൽ ബിസിനസ് തരവാനായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ പൃഥ്വിരാജിനെ നോക്കുക. പൃഥ്വിരാജിന്റെ ഭാര്യ അയാളുടെ എല്ലാ വിഷയങ്ങളിലും അവരും കൂടെ ഇൻവോൾവ്ഡ് ആകുന്ന ഒരു സ്ത്രീയാണ്. അവർ തന്നെയാണ് അവരുടെ അയാളുടെ നിർമ്മാണ കമ്പനിയൊക്കെ ഹാൻഡിൽ ചെയ്യണത്. പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ വേണം, ശക്തകളായിരിക്കണം. ഇപ്പം ഫഹദ് ഫാസിൽ ഭാര്യ അവരതിനകത്ത് ശക്തിയാണ്, അവരാണ് ഡയറക്ട് ചെയ്യുന്ന സിനിമയൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇല്ല. അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ ന്യൂജൻ കുട്ടികൾക്കെങ്കിലും അത് കൊടുക്കണ്ടേ? അതുമില്ല. അവരെയും വീട്ടുജോലിക്കാരിയാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ ആ ഒരു വിഷയം കൊണ്ട് തന്നെ എനിക്ക് ഇവരോടത്തൊക്കെ ഒരു അകൽച്ച ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതിനൊക്കെ ഈ മോഹൻലാൽ ചെയ്ത ഈ വൃത്തികേട് ഇത് എങ്ങനെ ടാലി ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. സങ്കടം തോന്നിയ ഒരു കാര്യമാണ്. കുമാരനാശാന്റെ വീണ പൂവിനെ ഇങ്ങനെ അവഹേളിക്കണ്ടായിരുന്നു മിസ്റ്റർ മോഹൻലാൽ. യു ഷുഡ് സേ സോറി ടു ദ പീപ്പിൾ. ഞങ്ങളോട് നിങ്ങൾ മാപ്പ് പറയണം തീർച്ചയായിട്ടും. മാത്രമല്ല കേരളീയ സമൂഹം ഒന്നടങ്കം അപമാനിതരാകപ്പെട്ടു എന്നാണ് ഇതിൽ കൂടെ എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അവിടെ ഞാൻ ചുമ്മാ അങ്ങ് പ്രസംഗിച്ചാൽ പോരായിരുന്നോ? താങ്ക് യു സോ മച്ച്. ഞാൻ അമ്മ എന്ന സംഘടനയിൽ ഇരുന്നു കൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു വാഴയും ചെയ്തിട്ടില്ല. ഞാനൊരു മൊണ്ണയാണ്. എന്നെ നയിക്കുന്നത് കുറെ മൊണ്ണകളാണ്. ആ മൊണ്ണകൾ എഴുത്തരുന്നതാണ് ഞാൻ പറയുന്നത് എന്നങ്ങ് പറഞ്ഞപ്പോൾ എന്തൊരു ആരെങ്കിലും പിടിച്ച് കടിക്കുമായിരുന്ന? തിരുവനന്തപുരത്തിന്റെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ മിസ്റ്റർ ലാലു. ഒന്നാമതെ ബിഗ് ബോസിൽ താങ്കളുടെ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ ചമ്മി നാറി വിയർത്തൊലിച്ചിരിക്കുന്ന താങ്കളെ കാണുമ്പോൾ തന്നെ പുച്ഛവും വെറുപ്പും അറപ്പും തോന്നാറുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ കിടുക്കാച്ചികളാണ്. ഇത്തവണത്തെ ബിഗ് ബോസിലെ പിള്ളേർ കിടുക്കാച്ചിയാണ്, സൂപ്പറാണ്. അവർ അണ്ണാക്കി തരുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ അപമാനമായിട്ട് നിങ്ങൾ നിലനിൽക്കൊള്ളുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം അത് എന്താണ് എന്ന് കൃത്യമായി പഠിക്കാതെ മനസ്സിലാക്കാതെ എഴുന്നള്ളിച്ചുകൊണ്ട് എന്തെന്ന് വൃത്തികേടാണ് അണ്ണായി ചെയ്യുന്നത്. അയ്യേ, ഒരു 50 പൈസയ്ക്ക് അടങ്ങിക്കൂടെ? അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവാർഡിന്റെ നിറവിൽ ഇത്രയും വലിയൊരു മണ്ടത്തരം ചെയ്തൊരു മഹത് വ്യക്തിയാണ് മോഹൻലാൽ എന്ന് മനസ്സിലാകുമ്പോൾ സത്യത്തിൽ ഫീലിംഗ് പിറ്റി. ആരോടെന്നാണ് അറിയാമോ? അത് കൊടുത്തവന്മാർക്ക്. മന്ദബുദ്ധികളാണോ? കാശ് കൊടുത്ത് വാങ്ങിച്ചതാണോ? എന്താ അർഹതപ്പെട്ട ഒത്തിരി വ്യക്തികളുണ്ട്. നല്ല ബുദ്ധിയും ബോധവും വിവരവും പൊതുസമൂഹത്തിന് നല്ല മെസ്സേജ് ഒക്കെ കൊടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഈ അവാർഡ് കിട്ടേണ്ടിയിരുന്ന ആൾ ശ്രീനിവാസനാണ്. ഞാൻ അദ്ദേഹത്തിനെ പറയും. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിനെ പറ്റി ഒരു മോശം ഇമ്പാക്ട് എവിടെയെങ്കിലും? നന്നായി എഴുതുന്ന മിക്ക സിനിമകളുടെയും കഥകളാണ് നമ്മളുടെ ഉള്ളിലിരിക്കുന്നത്, അല്ലേ? ആ കഥകളുടെ എല്ലാ തൂലിക ആ ചലിച്ചത് ശ്രീനിവാസന്റെ കയ്യിൽ നിന്നാണ്. പുതിയ ന്യൂജൻ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പഴയ സിനിമകളെ ആവിഷ്കരിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ. അവഗണന മാത്രമാണ് ആ മനുഷ്യൻ നേരിട്ടുള്ളത്. ഈ ഒരു അവാർഡ് അത് ശ്രീനിവാസന് കിട്ടണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഏറിൽ പോയ ചേട്ടൻ എപ്പോൾ താഴെ വരുമെന്നോ? അങ്ങേർക്കൊപ്പം ഏറിപ്പോയ മാധ്യമങ്ങളും കൂടെ ആയതുകൊണ്ട് വലിയ ഏറിലൊന്നും പോകാൻ സാധ്യതയില്ല. ഒരു പകുതി ആകുമ്പോൾ ഒരു റോക്കറ്റിൽ കൊണ്ടുപോയി ഇനി തിരിച്ചിറങ്ങിക്കൊണ്ട് വരും. കാരണം മാധ്യമങ്ങൾ കൂടെ ചേർന്നാണല്ലോ ഏറിലേക്ക് പോയത്. അയാൾ ഇന്ന തുമ്മി എന്ന് പറഞ്ഞാൽ മോഹൻലാൽ തുമ്മി എന്നങ്ങ് എഴുതി വെക്കുന്നതിന് പകരം അത് എന്തിന് തുമ്മി, എവിടെ തുമ്മി, എന്താണ് തുമ്മിയത് എന്നും കൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് എഴുതിയിരുന്നെങ്കിൽ ഈ ഒരു നാണക്കേട് വരത്തില്ല. മെയിൻ സ്ട്രീം എല്ലാ മാധ്യമങ്ങളും ഇത് എടുത്ത് വാർത്തയാക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ബോധ നിലവാരം എന്നുള്ളതാണ് ചുരുക്കം. ഒരു 5 മിനിറ്റ് ഒന്ന് ടൈം വേസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്ന് നോക്കാമായിരുന്നു. എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് നോക്കാമല്ലോ. ഒരു അല്പം ഒരു 5 സെക്കൻഡ് ഒന്ന് വേസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അതിനകത്ത് എന്ത് പറയുന്നത്? ആശാനെ ഉദ്ധരിച്ചും മോദിക്ക് നന്ദി പറഞ്ഞും ലാൽ. ഒരു സിനിമയുടേതാണ്. മറുപടി പ്രസംഗത്തിൽ കുമാരനാശാനെ പരാമർശിച്ച് മോഹൻലാൽ. സിനിമ എന്റെ ആത്മാവിന്റെ സ്പന്ദനം. എന്താ ഇപ്പൊ? എന്തായാലും ചാറ്റ് GPT മൂലം നിങ്ങൾ ആരും ഒരു ഇൻഫർമേഷനും എടുക്കാതിരിക്കുക. അത് ഒരു ന്യൂലി വേർഷനാണ്. ഇപ്പോൾ അത് കൊണ്ടുവന്നത് നമ്മുടെ ആരിഫ് ഹുസൈനും രാഹുൽ ഈശ്വരും കൂടെ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ നാടകം നടത്തി അത് പബ്ലിക്കിൽ കൊണ്ടുവന്നു. അതൊരു വേസ്റ്റ് സാധനമാണെന്ന് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ ഒരു എക്സാമ്പിൾ തരാൻ പറ്റത്തില്ല. കുമാരനാശാനെ അപമാനിച്ച മോഹൻലാൽ കുമാരനാശാനോടും മലയാളത്തിനോടും മലയാള സാഹിത്യവേദിയോടും മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം എഴുതാത്ത ഒരു കവിതയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കവിതയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ പോക്കൃത്തരം കാണിച്ചത് ശരിയായ നടപടിയല്ല. ടിറ്റ് ഫോർ ടാറ്റ്. തനിക്ക് ആ ഒരു അവാർഡ് കിട്ടുമ്പോൾ മറ്റൊരിടത്ത് പ്രോബ്ലം ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ എതിരാളിയായി അദ്ദേഹം കൺസിഡർ ചെയ്യണം. അല്ല എന്ന് പറയരുതേ, അങ്ങനെ തന്നെയാണ്. മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും
സംഘികളുടെ സപ്പോർട്ടോടുകൂടി ഞെളിഞ്ഞു നിന്നുകൊണ്ട് ഈ അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തതിന് ശരിക്കുള്ള കർമ്മയുടെ മറുപടിയാണ് ഇത് കിട്ടിയതെന്നാണ് എനിക്ക് മനസ്സിലായത്. നന്ദി, നമസ്കാരം.